കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എല്ലാ കാര്യത്തിലും സന്തോഷമുള്ള ഒരുത്തനാണ്. എന്താ പറയുക, എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും സന്തോഷമാണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ, നല്ല ലൊക്കേഷൻ കണ്ടാൽ, കാണാൻ കൊള്ളാവുന്നവരെ കണ്ടാൽ, എല്ലായിടത്തെ കാര്യങ്ങളും എനിക്കൊരു എന്താ നിങ്ങളെ ഭാഷ പ്രണയം ഉണ്ട്. പക്ഷേ എനിക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരും, ഞാൻ അപ്സെറ്റ് ആവും, തളരും. പക്ഷേ അത് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ റിക്യൂപ്പ് ചെയ്യുകയും ചെയ്യും. ഉദാഹരണം, എൻ്റെ ബയോസ്പി എടുത്തപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ കൂളായിട്ട് വന്നിട്ട് ബയോസ്പിയുടെ റിസൾട്ട് വന്നു കേട്ടോ, രാജുവിന് ക്യാൻസറാണ് കേട്ടോ. ഞാൻ ഒന്ന് അടുത്ത ചെവിരിലൊന്ന് പിടിച്ച്, ആരുമില്ല, മക്കളൊന്നുമില്ല, അവരൊക്കെ അറിഞ്ഞിട്ട് വിളിച്ചൊക്കെ താഴെയൊക്കെ നിൽക്കുകയാണ്. ശരി പോയപ്പോൾ ഞാൻ പതുക്കെ നേരെ ചെന്ന് കട്ടിലിരുന്നു. ഇവിടെ തീർന്നു, ഇനിയിപ്പം ഇത്ര ദിവസം ഇനി ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് റെഡിയായി. അത് കഴിഞ്ഞപ്പം മക്കൾ കയറി വന്നു. മക്കൾ വന്നു ഞാൻ അറിഞ്ഞാ ചെറിയ സംഭവമൊന്നും അല്ല അച്ഛന് കിട്ടിയിരിക്കുന്നത് കേട്ടാ എന്ന് പറഞ്ഞ് ഞാനത് കോമഡിയിൽ മാറ്റി. അവിടെ തീർന്നു, അവിടെ നിന്ന്. പക്ഷെ ആ മൊമെൻറ്റ് നമ്മളൊന്ന് ഞാൻ ആടിപ്പോവും, ഒന്ന് പിന്നെ തിരിച്ചു വന്നു. പിന്നെ തിരിച്ചു വന്നേ പറ്റുള്ളൂ. ഞാൻ എന്താ പറയുക, ഒരു ഫൈറ്ററായിട്ട് ഇത്രയും നാൾ കൊണ്ടുപോയില്ല, ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ഫേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും പെട്ടു. ഇപ്പം തന്നെ ഈ പറഞ്ഞ മാതിരി 82 കിലോ എന്നുള്ള 66 കിലോ ആയെങ്കിലും ഞാൻ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ജിമ്മിലൊക്കെ പോകും. ഇപ്പോൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു. രാവിലെ ഒരു 10:30 തൊട്ട് 12:30 ഒരു ട്രെയിനറൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കൈക്ക് ബലം, പിന്നെ അവിടെ ചെല്ലുമ്പോൾ മനസ്സിനൊരു സന്തോഷം, മറ്റേ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ഉന്മേഷം. പിന്നെ ഈ പകൽ OTTയിൽ പടം കാണും. വൈകുന്നേരം ഒരു 6:30 മണിക്കൊക്കെ ക്ലബ്ബിൽ പോകും. ട്രാൻഡം ക്ലബ്ബിൽ അവിടെ കാർഡ്സ് റൂമിലൊക്കെ ചെറിയ പൈസയൊക്കെ കാർഡ്സൊക്കെ കളിക്കും. ഒരു സമയം പോകും. 8:30 ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, ഇവിടെ വരും, ഡിന്നർ കഴിച്ച്. 6 മണിക്ക് വരെ വേണ്ടെന്ന് പറഞ്ഞു. അതാണ്, അതൊരു ഭ്രാന്താണ്, അത് രസമാണ്. അത് കഴിഞ്ഞ് 8:30 വരും. അതിന് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് മക്കളെ വിളിക്കും, അവരുണ്ടെങ്കിൽ എല്ലാം സംസാരിക്കും, ഫോണിലെല്ലാം സംസാരിക്കും. 10 മണിക്ക് കടയടയ്ക്കും, ഉറക്കം. അതിൻ്റെ ഇപ്പം ഷൂട്ടിംഗ് കൊണ്ടുപോയിട്ട് 2:30 3 മണിക്ക് ഒന്നാണ് കിടക്കുന്നാലും ഞാൻ 5:30 മണി എനിക്ക് പിന്നെ ഉറങ്ങത്തില്ല.